എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഒരു കറിക്കായ ചേർത്ത് വെച്ചിരിക്കുന്ന ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർക്കണം. കുറച്ച് കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത്, അത് ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി ഈ സമയം ചേർക്കാം. 2 സ്പൂൺ പിരിയൻ മുളക് പൊടിയും 2 സ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കണം. ഈ സമയം തന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റി ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിക്കായാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 കറിക്കായാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഈ സമയത്ത് തന്നെ കുറച്ച് ഇറച്ചി മസാലയും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ സമയം ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് നമുക്ക് ഈ വേവിക്കണം. ഇറച്ചിക്ക് കൂടുതൽ വേവുള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചത്. കായെല്ലാം പകുതി വെന്ത് വന്ന സമയത്ത് ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, 2 ഏലക്ക വേവിച്ച ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേവിച്ച ഇറച്ചിയാണ്. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. കായും ഇറച്ചിയും എല്ലാം നന്നായിട്ട് വെന്ത് ചേരണം. ആ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങാപ്പാലാണ്, അത് ചേർത്ത് കൊടുക്കുക. അത് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് ഇളക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.